നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ മനസ്സ് അലയുന്നത് ഭഗവാൻ കാണുന്നുണ്ട്. ചുറ്റുമുള്ള ബഹളങ്ങളും ആശങ്കകളും മാറ്റിവെച്ച് ഭഗവാൻ പറയുന്നത് കേൾക്കുക. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് നിങ്ങൾ കാലങ്ങളായി കേൾക്കാൻ കൊതിച്ച സത്യമാണ്. നിങ്ങളുടെ തളർന്ന ഹൃദയത്തിന് ആശ്വാസമായും ഇരുണ്ട പാതയിൽ വെളിച്ചമായും ഭഗവാൻ നിൽക്കുന്ന ദിവ്യ സന്ദേശമാണ്. ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തിയത് യാദൃശ്ചികമല്ല. കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ആത്മാവിൻ്റെ തേങ്ങലും കണ്ണുനീരും പ്രാർത്ഥനയും ചൂടും ഭഗവാൻ അറിഞ്ഞതുകൊണ്ടാണ്. അതിനെ അവഗണിക്കരുത്. ഇത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള നിമിഷങ്ങളാണ്. പലപ്പോഴും നിങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് തോന്നിയിട്ടുണ്ടാവാം. കഷ്ടപ്പാടുകൾ ഫലം കിട്ടാതിരുന്നതും നിങ്ങളുടെ സ്നേഹത്തിന് ആരും വില കൽപ്പിക്കാതിരുന്നതും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സങ്കടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കുമെല്ലാം പിറകിൽ ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. ആ അദൃശ്യമായ ശക്തിയെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുലദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. നിങ്ങൾ വീടിൻ്റെ പൂജാമുറിയിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ഇത് കുലദേവതയ്ക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾ നിത്യവും മറ്റ് ദേവതകളെ ഭജിക്കുന്നവർ തന്നെയായിരിക്കാം. എന്നിരുന്നാലും കുലദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവലായ കുടുംബദേവത നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളെയും ദുഷ്ടശക്തികളെയും അകലാൻ സഹായിക്കുന്നു. കുലദേവതയെ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിലും സ്വന്തം ജന്മനക്ഷത്രം, കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവയിൽ കുലദേവതയെ സ്മരിക്കുകയും സാധ്യമാവുകയാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുലദേവതാ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും പോയി വഴിപാടുകൾ നടത്തുന്നത് വളരെ ശുഭകരമാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ ആക്കം കുറക്കും. നിങ്ങൾക്ക് ആ ഒരു ശക്തിയുടെ സംരക്ഷണം എന്നും ഉണ്ടാവും. ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബ പരമ്പര പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. കുടുംബത്തിൽ നിങ്ങളുടെ തലമുറകളായി പിന്തുടർന്നു വരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. തന്ത്രിയെയോ പൂജാരിയെയോ കണ്ട് നിങ്ങളുടെ കുലദേവതയ്ക്ക് അനുയോജ്യമായ വഴിപാടുകൾ ചോദിച്ചറിഞ്ഞ് അത് കൃത്യമായി നടത്തുക. കൂടാതെ നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങളുടെ കുലദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വെളിച്ചമായി തീരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങളത് വിട്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സൂചനകൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തരുന്നത്. ആ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് വലിയ അപകടത്തിലേക്കാവും നിങ്ങളുടെ പോക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്കെല്ലാം നിങ്ങൾ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വഴിപാടുകൾക്കും ആ ഒരു മാറ്റത്തിനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ വൈകാരികമായ എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ വിജയം നേടുവാനോ സാധിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രപഞ്ചം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാറുന്ന സമയമാണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബദേവതയെ സ്മരിച്ചുകൊണ്ട് നിത്യവും മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്തും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും നഷ്ടപ്പെട്ട സമാധാനവും എല്ലാം പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം തന്നെയാണിത്. അതുകൊണ്ടാണ് ഇത്തരം മുന്നറിയിപ്പ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ രീതിയിലേക്കാണ് നടന്നു നീങ്ങാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും നിങ്ങളെ ശുദ്ധീകരിക്കാനായിരുന്നു. ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാനായിരുന്നു. ഐശ്വര്യത്തിൻ്റെ പുതിയ അധ്യായം നിങ്ങൾക്കായി തുറക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസവും സംശയവും ഒരു മാറാല പോലെ നിങ്ങളുടെ കണ്ണുകളെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാന്റെ ഈ സന്ദേശം ആ മറ നീക്കാനുള്ള താക്കോലാണ്. ഹൃദയം വിശ്വാസം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ നിനക്ക് ആ ഭാഗ്യത്തിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പ്രാർത്ഥന രണ്ടു തരത്തിലുണ്ട്. ചുണ്ടുകൊണ്ടുള്ള പ്രാർത്ഥന, ഇവിടെ വാക്കുകൾ മാത്രമായിരിക്കും, മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. ഇതൊരു ഒച്ചപ്പാട് മാത്രമാണ്. ഇതിന് അനുഗ്രഹം സ്വീകരിക്കാൻ കഴിയില്ല. വാക്കുകൾ കൊണ്ടല്ല, ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ള വിളി, അത് ഭഗവാന് കേൾക്കാതിരിക്കാൻ കഴിയില്ല. നിന്റെ പ്രാർത്ഥനകൾ പലപ്പോഴും പുറത്തെത്താത്തതിന് കാരണം അവ ഹൃദയത്തിൽ നിന്നല്ലാതെ വെറും ചുണ്ടുകളിൽ നിന്ന് മാത്രം ആവുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ ശത്രുക്കളെ തിരിച്ചറിയുക. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തടഞ്ഞു നിർത്തുന്നത് പുറത്തു നിന്നുള്ള ശത്രുക്കളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ കെട്ടിപ്പൊക്കിയ ചില അദൃശ്യ മതിലുകൾ തന്നെയാണ്. ഇതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു കാര്യം തുടങ്ങുമ്പോൾ ഇത് നടക്കുമോ, ഞാൻ തോറ്റുപോവില്ലേ എന്ന ചിന്ത. രണ്ടാമത്തെ കാര്യം, നല്ലത് ലഭിക്കുമ്പോൾ ഞാനിതിന് അർഹനാണോ എന്ന് സ്വയം ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ നെഗറ്റീവ് ചിന്തയും നിങ്ങൾക്ക് ചുറ്റും ഒരു തടവറ പണിയുന്നു.
ഭയവും സംശയവും നിറഞ്ഞ മനസ്സ് ജനലുകൾ അടച്ചിട്ട മുറി പോലെയാണ്. അവിടെ ഐശ്വര്യത്തിന് കടന്നു വരാൻ കഴിയുകയില്ല. ജീവിതത്തെ മാറ്റാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഭയത്തെയും സംശയത്തെയും പൂർണ്ണമായി ഒഴിവാക്കുന്ന നിമിഷം പ്രപഞ്ചം നിങ്ങൾക്കായി വഴി തുറന്നു തരും. ഇതിനായി വലിയ പൂജകളോ കഠിനമായ വ്രതങ്ങളോ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരൊറ്റ ഉറപ്പാണ് പ്രധാനം. ഇന്നു മുതൽ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിക്കൊപ്പം നിങ്ങളുടെ കുലദേവതയും കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. തോൽവികളിൽ തളരാതെ കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കുക. മനസ്സിൽ വെറുപ്പും ദേഷ്യവും ഉപേക്ഷിച്ച് സ്നേഹവും ക്ഷമയും നിറയ്ക്കുക. നിങ്ങളടുത്ത 14 ദിവസം ഒരു പുണ്യകാലമായി കാണുക. രാവിലെ എഴുന്നേറ്റ് ശാന്തമായിരുന്ന് കുലദേവതയോട് എനിക്ക് നല്ലൊരു ഉറക്കം നൽകിയതിന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയോടും നന്ദി പറയുക. ഇന്നത്തെ ദിവസം എനിക്ക് നല്ലത് മാത്രം തരണേയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളാരും തന്നെ സാധാരണ ആളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിൽ എത്തുവാനുള്ള കാരണവും. തിളങ്ങാൻ കാത്തിരിക്കുന്ന വജ്രമാണ്. ആ പൊടിപടലങ്ങൾ തട്ടിക്കളയാനുള്ള സമയമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പല ദോഷങ്ങൾ ബാധിക്കുന്നു. ആ ദോഷങ്ങൾ നമ്മെ കാലങ്ങളോളം വേട്ടയാടുന്നു. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ചില ആളുകൾക്ക് സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഭഗവാൻ അവർക്ക് സൂചനകൾ നൽകും. ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ്, എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്, ആരാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്ത ഉള്ളിൽ ഉടലെടുക്കണം. അല്ലാതെ ഇത്തരം സന്ദേശങ്ങൾ കാണുമ്പോൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ അപകടങ്ങളാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കുലദേവതയും നമ്മുടെ ജീവിതവും എല്ലാം ഈ പ്രപഞ്ചവും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തും. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും കൈകളിലേക്ക് ധാരാളം പണം വന്നാലും നമുക്ക് വേണ്ട രീതിയിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കാതെ വരിക, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അടിക്കടി ഉണ്ടാവുക, പല വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മെ വേട്ടയാടുക, പഠനത്തിൽ ഒന്നാമതായിരുന്ന കുട്ടികൾ പഠനകാര്യത്തിൽ പുറകോട്ട് പോവുക, ഇത്തരത്തിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതെല്ലാം ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ഊർജ്ജം നമ്മെ ബാധിച്ചതുകൊണ്ട് തന്നെയാണ്. ചില ദുഷ്ടശക്തികൾ നമുക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ദുഷ്ടശക്തികളാണ് നമുക്ക് മടി, അലസത പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്. നാം ഉയർച്ചകളിൽ നിന്ന് താഴ്ചകളിലേക്ക് എത്തുന്നത്, നമുക്ക് ഉയർച്ചകൾ കൈവരിക്കാൻ സാധിക്കാത്തത് അത്തരം ദുഷ്ടശക്തികളെയാണ് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നത്. ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളുടെ കയ്യിൽ എത്തിയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ഊർജ്ജമുണ്ട്. ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുക, സ്വന്തം ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരിക, സ്വന്തം ജീവിതം സമാധാനപൂർണ്ണമാക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാൾ വന്ന് ചെയ്തു തരികയില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളെ നാം അവഗണിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. അതുതന്നെയാണ് നാം നേരത്തെ പറഞ്ഞത്. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണ്. മഴയ്ക്ക് മുൻപ് റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് പോലുള്ള സൂചനകൾ തരാറില്ലേ? കൊടും ചൂടിൽ നമുക്ക് ഇത്തരത്തിലുള്ള അലർട്ടുകൾ തരാറില്ലേ? അത് ഒരു അപകട സൂചനയാണ്. അത്തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കുലദേവതകളെ മറന്നു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികളെ മറികടക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് ഒരു 100 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 20 പേരെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അത്തരം ആളുകളെ നേരിടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ആ ശക്തിയോട് പറയുക. നിങ്ങളുടെ കുലദേവതയെ നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. കുലദേവതയോട് നിങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുക. അല്ലാതെ അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ അവരെക്കുറിച്ച് ഓർത്ത് സമയം പാഴാക്കുവാനോ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സന്തോഷവും നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാനോ അവരുടെ ജീവിതം തകർക്കുവാനോ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങൾക്ക് യാതൊരുവിധ അനുഗ്രഹവും ലഭിക്കാതെയാവും. നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് പ്രപഞ്ചം നൽകുന്ന തിരിച്ചടി വളരെ വേദനാജനകമായിരിക്കും. നാം പല ആളുകളെക്കുറിച്ചും പറയാറില്ലേ, പണ്ടവർ ചെയ്ത കർമ്മഫലം തന്നെയാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന്. അത്തരത്തിലാവും നിങ്ങളുടെ അവസ്ഥയും. നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേദനിപ്പിച്ചവരെക്കുറിച്ചും പ്രപഞ്ചത്തോട് പറയുക. അവർ എത്ര ശക്തനാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവർ ഒന്നുമല്ല. അവർക്കുള്ള തിരിച്ചടികൾ പ്രപഞ്ചം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ആരാധനാലയങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരം അത്തരം പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്നിടത്ത് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും. ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ ദുഷ്ടശക്തികൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പമുള്ള ദുഷ്ടശക്തികൾ അവിടെ പടിക്ക് പുറത്തു മാത്രമാണ് ഉണ്ടാവുക. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ പൂജകളുമെല്ലാം ശക്തിപൂർണ്ണമായി ആ ചൈതന്യം നിങ്ങൾക്കുണ്ടാവുമ്പോൾ തന്നെ ഇത്തരം ദുഷ്ടശക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. നിങ്ങൾ യാതൊരു കാര്യവും ചെയ്യാതെ
പ്രാർത്ഥനകളോ വഴിപാടുകളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കാതിരിക്കുമ്പോഴാണ് നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്ക് ചുറ്റും കൂടുകൂട്ടുന്നത്. അത് മാറാല പോലെ നിങ്ങളുടെ ജീവിതത്തെ മൂടിവെക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ ശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളെയും നീക്കിത്തരണേയെന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റണേയെന്ന് പ്രാർത്ഥിക്കുക. ആരുടെയും പേരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ടോ പ്രാർത്ഥിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ശത്രു ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവിതം നശിച്ചു കാണണമെന്നോ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാവണമെന്നോ ഉള്ള രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് തന്നെ ദോഷമായി സംഭവിക്കും. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുക. തുടർന്നുള്ള ജീവിതയാത്രയിൽ ഈ 3 കാര്യങ്ങൾ തൂണുപോലെ കൂടെ കരുതുക. വിശ്വാസം, ക്ഷമ, പരിശ്രമം. നിങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുക. കാരണം വെറുപ്പിൻ്റെ ഭാരം പേറി നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ തിരിച്ചറിയുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയും നിങ്ങളുടെ കുലദേവതയുമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക. ആ അനുഗ്രഹം ഒരു കവചമായി എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. ധൈര്യമായി മുന്നോട്ട് പോവുക. അനന്തമായ സാധ്യതകളുടെ ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ, അതായത് ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് രീതിയിലുള്ള എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് ഈ പൂജാ വഴിപാടുകൾക്ക് സാധിക്കും. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലുമെല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ഈ ഒരു അധ്യായം പൂർണ്ണമായി കേട്ടുവെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.